അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 4ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ ഇഡിയോ എന്ന ചാനലിലുള്ള പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം ലഭ്യമാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസു റാബിഉ, 4ാമത്തെ പാഠം അൽഹംദുലില്ലാ. ഈ പാഠത്തിൽ നാം ഒരു സംഭാഷണമാണ് പഠിക്കുന്നത്. ആർക്കിടയിലുള്ള സംഭാഷണമാണ്? ഹാമിദിനും മുഹമ്മദിനും ഇടയിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഹാമിദ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുഹമ്മദ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാമിദ്: കൈഫ ഹാലുക്കും? എന്തൊക്കെയുണ്ട് വിശേഷം? മുഹമ്മദ്: അൽഹംദുലില്ലാ. സൈൻ: വ അൻത കൈഫ ഹാലുക്കും? അൽഹംദുലില്ലാ, സുഖം. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? ഹാമിദ്: ബിഖൈർ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, സുഖം. മുഹമ്മദ്: ഇലൽ ലിഖാ, വീണ്ടും കാണാം. ഹാമിദ്: മഅസ്സലാമ. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. മുഹമ്മദ്: വഅലൈക്കും അസ്സലാം. ഫി അമാനില്ല. ഫി അമാനില്ല എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് അർത്ഥം. കൂട്ടുകാർക്ക് ഈ സംഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. കൈഫ ഹാലുക്കും, ഇതിന്റെ അർത്ഥം എന്തൊക്കെയുണ്ട് വിശേഷം? സൈൻ അൽഹംദുലില്ലാ. ബിഖൈർ അൽഹംദുലില്ലാ, ഈ രണ്ടിന്റെയും അർത്ഥം സുഖം. ഇലൽ ലിഖാ, വീണ്ടും കാണാം. മഅസ്സലാമ അല്ലെങ്കിൽ ഫി അമാനില്ല, ഈ രണ്ടെണ്ണത്തിന്റെയും അർത്ഥം അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഹിവാർ, സംഭാഷണം പൂർത്തിയാക്കാനുള്ളതാണ്. ഈ സംഭാഷണത്തിൽ ചിലത് വിട്ടുപോയിട്ടുണ്ടാകും, അതെല്ലാം നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ സംഭാഷണം മുഹമ്മദിനും അലിയിനും ഇടയിലുള്ളതാണ്. മുഹമ്മദ്: അസ്സലാമു അലൈക്കും. അലി: വഅലൈക്കും അസ്സലാം. മുഹമ്മദ്: കൈഫ ഹാലുക? അലി: അൽഹംദുലില്ലാ. സൈൻ: സുഖം. അൽഹംദുലില്ലാ. അടുത്തത് മുഹമ്മദ്: വ അൻത കൈഫ ഹാലുക? എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? അലി: ബിഖൈർ അൽഹംദുലില്ലാ. സുഖം. അൽഹംദുലില്ലാ. മുഹമ്മദ്: മഅസ്സലാമ. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. അലി: വഅലൈക്കും അസ്സലാം. ഫി അമാനില്ല. വഅലൈക്കും അസ്സലാം, അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. കൈഫ ഹാലുക്. സൈൻ അൽഹംദുലില്ലാ. ബിഖൈർ അൽഹംദുലില്ലാ. ഇലൽ ലിഖാ. മഅസ്സലാമ. ഫി അമാനില്ല. ഈ വാക്കുകളെല്ലാം അതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന ഓരോ വരികളിലും എഴുതുക. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം ബൈന അലിയും വ ഹുസൈൻ, അലിയിനും ഹുസൈനിനും ഇടയിലുള്ള ഒരു സംഭാഷണം നമ്മൾ തയ്യാറാക്കണം. അപ്പം നമുക്ക് തയ്യാറാക്കാം. അലി: അസ്സലാമു അലൈക്കും. ഹുസൈൻ: വഅലൈക്കും അസ്സലാം. അലി: കൈഫ ഹാലുക? എന്തൊക്കെയുണ്ട് വിശേഷം? ഹുസൈൻ: അൽഹംദുലില്ലാ. സൈൻ: വ അൻത കൈഫ ഹാലുക? അൽഹംദുലില്ലാ, സുഖം. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? അലി: ബിഖൈർ അൽഹംദുലില്ലാ. സുഖം. അൽഹംദുലില്ലാ. ഹുസൈൻ:
ഇലാ ഐന അന്ത, നീ എവിടേക്കാ? അലി, ഇലൽ മദ്രസ, മദ്രസയിലേക്ക്. ഹുസൈൻ, ഇലൽ ലിഖാ, വീണ്ടും കാണാം. അലി, മഅസ്സലാമ, അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. ഹുസൈൻ, വഅലൈക്കുമുസ്സലാം, ഫി അമാനില്ലാ. ഈ പാഠവും ഈ പാഠത്തിൻ്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അള്ളാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.